ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഈ വർഷം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഉരുളക്കിഴങ്ങും ബീൻസും വെച്ചിട്ടുള്ളൊരു സ്റ്റിർ ഫ്രൈ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമ്മളിതിൽ സവാളയും ഉള്ളിയൊന്നും ഉപയോഗിക്കുന്നില്ല. കുറച്ച് മസാലയൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല ഒരു ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടെയാണെങ്കിൽ ചോറിൻ്റെ കൂടെയാണെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് ബീൻസ് സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം. ബീൻസിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബീൻസ് നമുക്കൊരു 3-4 കഷ്ണങ്ങളായിട്ട് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് ബീൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കൂടുതൽ മൂത്ത ബീൻസ് എടുക്കാതെ ഇതുപോലെ നല്ല പച്ച കളറുള്ള ഇളയ ബീൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ നല്ല പിഞ്ച് ബീൻസ് വെച്ചിട്ട് നമ്മൾ സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കിയാൽ മാത്രമേ കറിക്ക് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ബീൻസ് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കുക്ക് ചെയ്യുന്നില്ല, എണ്ണയിലിട്ട് തന്നെ വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ചെറിയ ബീൻസ് എടുത്താൽ മാത്രമേ പാകത്തിൽ കുക്കായി കിട്ടുകയുള്ളൂ. ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് കട്ട് ചെയ്യുന്നത് പോലെ നീളത്തിൽ കനം കുറച്ച് കഷ്ണങ്ങളായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങിൻ്റെ കളർ മാറിപ്പോകാതിരിക്കാനായിട്ട് ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് പൊട്ടിക്കണം. ചെറിയ ജീരകം ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ജീരകം നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ഉള്ളിയോ സവാളയോ ഒന്നും ചേർക്കുന്നില്ല. പിന്നീട് ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും 2 ഉണക്കമുളക് 2ആയിട്ട് ചീരിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി വരുന്നവരെ നമുക്ക് നന്നായിട്ട് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഉരുളക്കിഴങ്ങ് ചേർത്ത് 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ബീൻസും ചേർത്ത് 2-3 മിനിറ്റ് വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം. അതിനുശേഷം പാൻ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റവ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇടയ്ക്കൊന്ന് മൂടി മാറ്റിയിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. 5 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കാം. പൊടികളിലെ പച്ചമണമെല്ലാം ഒന്ന് മാറുന്നവരെ നന്നായിട്ട് വഴറ്റാം. മസാലപ്പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. അതിന് ശേഷം പാൻ മൂടി ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മൂടി മാറ്റിയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് കുക്ക് ചെയ്യണം. ബീൻസ് ഉരുളക്കിഴങ്ങും പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ മുളക് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണിത്. ക്രഷ് ചെയ്ത മുളക് പൊടി അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി.
കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നമുക്കൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. മസാലയും ഉപ്പും എല്ലാം ബീൻസിലും പൊട്ടറ്റോയിലും ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് സ്വല്പം വെള്ളം തളിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടുതലൊന്നും വേണ്ട. ഇതുപോലെ കയ്യിലെടുത്ത് 2 പ്രാവശ്യം ഇതുപോലെ തളിച്ച് കൊടുത്താൽ മതി. വെള്ളം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ച് സമയം കൂടി നമുക്ക് പാൻ മൂടി വെച്ച് കുക്ക് ചെയ്യണം. 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പാൻ്റെ മൂടി മാറ്റി നോക്കാം. ബീൻസൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. കുറച്ചുകൂടി ഫ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി തുറന്ന് വെച്ച് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയുമായി നമ്മുടെ പൊട്ടറ്റോ ബീൻസ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും ചോറിൻ്റെ കൂടെയാണെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലുള്ള സിമ്പിൾ ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.